ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിൽ മേക്ക് ഓവറാണ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ മേക്ക് ഓവറാണിത്. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണാം. അപ്പം നമ്മളിവിടെ ഒരു ബിയർ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റിക്കറെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയ ഒരു ബോട്ടിലാണിത്. ഇനി നമുക്ക് പെയിൻറ്റ് വേണം. അതിന് ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് അക്രിലിക് പെയിൻറ്റും റെഡ് അക്രിലിക് പെയിൻറ്റുമാണ്. പിന്നെ നമ്മളൊരു സ്പോഞ്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബോട്ടിൽ കളർ ചെയ്ത് കൊടുക്കാം. അതിനുവേണ്ടി ആ സ്പോഞ്ചിൽ ഇതുപോലൊക്കെ ബ്ലാക്ക് പെയിൻറ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് റെഡ് കളറും ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ രണ്ട് ഷെയ്ഡ് വരുന്നത് പോലൊക്കെയാണ് ചെയ്യുന്നത്. മുകളിൽ ബ്ലാക്ക്, താഴെ റെഡ്, അങ്ങനെയാണ്. അപ്പം നമുക്ക് ഇതിലോട്ട് രണ്ട് കളറും ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഇതിലോട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് പകുതി റെഡ് പകുതി ബ്ലാക്ക് അങ്ങനെയാണ് വേണ്ടത്. അപ്പം നമ്മൾ കുപ്പിയുടെ ഒരു പകുതി ഭാഗം കൊണ്ട് നമുക്കിങ്ങനെ ഇത് ഡാബ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മോൾ ഭാഗത്തോട്ട് ബ്ലാക്ക് കളർ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നന്നായിട്ട് ബ്ലാക്ക് കളർ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലാത്ത ഭാഗത്ത് നോക്കി നോക്കി അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതുപോലക്ക് താഴോട്ട് റെഡും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കളർ രണ്ടും അപ്ലൈ ചെയ്ത് ഇത് ഡ്രൈ ആയിട്ട് എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര കോട്ട് വേണോ അതനുസരിച്ച് അടിച്ചെടുക്കുക. ഇനി നമുക്ക് ലേസ് വേണം. അതാണ് ഇതിലോട്ട് വെച്ച് കൊടുക്കാൻ പോകുന്നത്. അടിവശത്തെ അളവിനനുസരിച്ച് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ലേസ് ഒട്ടിക്കാൻ വേണ്ടി ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഗം അപ്ലൈ ചെയ്തെടുത്തോടെ നമുക്ക് ലേസ് ഒട്ടിച്ച് കൊടുക്കാം. ഇനി ഈ പോർഷനിൽ നമുക്ക് ലേസ് ഒട്ടിച്ച് കൊടുക്കാം. അതിനുവേണ്ടി ഗം അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനിയും ലേസ് ഒട്ടിച്ച് കൊടുക്കുക.
ഈ ടോപ്പിലും റൗണ്ടിലും നമ്മൾ ലേസ് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഏറ്റവും അടിഭാഗത്ത് സെൻറ്ററിൽ പിന്നെ മുകളിൽ അങ്ങനെ 3 അടുത്തായിട്ട് റൗണ്ടിൽ ലേസ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേസിൻ്റെ ഓരോ ഫ്ലവറായിട്ട് മുറിച്ചെടുത്ത് അതിൻ്റെ പകുതി മുറിച്ചെടുക്കുക. ഓരോ ഫ്ലവറിൻ്റെയും പകുതി മുറിച്ചെടുക്കുക. ഇനി നമുക്ക് പകുതിയായിട്ട് മുറിച്ചെടുത്ത് ആ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് റെഡിൻ്റെ ഈ പോർഷനിലും ഒട്ടിച്ചു കൊടുക്കാം. ഫ്ലവറിൻ്റെ അകലമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ഇവിടെ ഞാനിപ്പോൾ ഈ ഫ്ലവറിൻ്റെ ആ ഇതളെല്ലാം അകത്തോട്ട് വരുന്നത് പോണക്കാണ് ഒട്ടിച്ചിരിക്കുന്നത്.